പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതം ഇന്ന് വളരെയധികം പ്രയാസപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാരതത്തിന് പുറത്തു നിന്നും അകത്തു നിന്നും ധാരാളം പ്രതിബന്ധങ്ങൾ നമ്മുടെ യാത്രയ്ക്ക് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഭാരത സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ദീർഘവീക്ഷണമാണ്. മോദിജി അധികാരത്തിൽ വന്ന അന്നു മുതൽ ഒരു 15 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കണം, ദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നിത്യാദി കാര്യങ്ങൾ ചിന്തിച്ച് അതിന് പരിഹാരമാർഗങ്ങൾ കണ്ടതിന് ശേഷമാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും 2047 മുന്നിൽ ലക്ഷ്യം വിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, ലോക പോലീസ് ചമയുന്ന അമേരിക്ക, അവിടെ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുത്തക മുതലാളിമാരുടെ ഒരു ഗ്രൂപ്പ്. അത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരിക്കും. ഈ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരുന്നത് അത്ര താല്പര്യമുള്ള കാര്യമല്ല. കാരണം ഈ മേഖലയിൽ അവരുടെ സ്വാധീനം കുറയും. മാത്രമല്ല, പല കാര്യങ്ങളും അവർ പറഞ്ഞത് നടക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഭാരതത്തിൻ്റെ വളർച്ചയെ നിരോധിക്കുക അല്ലെങ്കിൽ ഭാരതത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർ പണി തുടങ്ങി. 2014 ശേഷമാണ് ഈ പണി ഊർജിതമാക്കിയത്. അതുവരെ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര തന്നെ ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല. കാരണം അവരുടെ പല കാര്യങ്ങൾക്കും അനുകൂലമായ ഒരു അവസ്ഥ ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ 2014 ശേഷം അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം നമ്മുടെ കാര്യം മാത്രമാണ്. മറ്റുള്ളവർ എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നുള്ള വിഷയമേ അല്ല. നമ്മുടെ വളർച്ച മാത്രമാണ് ലക്ഷ്യം. അതിനെ മുന്നിൽ കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും ചുരുങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ലാഭം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് പ്രധാനമന്ത്രി ആദ്യം തന്നെ ചിന്തിച്ചത്. കാരണം അങ്ങനെ ചിന്തിക്കണമെങ്കിൽ താഴെ തട്ടിൽ നിന്നും വരുന്ന ഒരാൾക്കേ കഴിയൂ. നമ്മളെ കുടുംബങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഏറ്റവും ചുരുങ്ങിയ വരുമാനമുള്ള ആ വരുമാനം കൊണ്ട് ഏറ്റവും സുഖകരമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അടുക്കും ചിട്ടയോടും കൂടി ആവശ്യത്തിന് മാത്രം ചിലവാക്കിക്കൊണ്ട് എന്നാൽ സുഖകരമായിട്ട് ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇത് താഴ്ന്ന സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലയിൽ നിന്ന് വന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ലാഭം, ആ ലാഭം എന്ന് പറയുന്നത് രാഷ്ട്രീയ ലാഭമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, മറ്റ് സാമൂഹ്യ സാഹചര്യങ്ങളിലായിരിക്കാം. അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ചെയ്തത് ശൗചാലയങ്ങൾ നിർമ്മിക്കുകയാണ്. അതേമാതിരി സ്ത്രീകൾക്ക് 1 രൂപയ്ക്ക് പേഡ് കൊടുക്കുക, ഗ്യാസ്, വൈദ്യുതി മുതലായത് എല്ലാ വീടുകളിലും എത്തിക്കുക. തുടർന്ന് ഇങ്ങനെയുള്ള പരിപാടികളാണ് ധാരാളം ചെയ്തത്. അത് കേരളത്തിൽ കാര്യമായിട്ട് അതിന് പ്രതിഫലനം ഉണ്ടായിട്ടില്ലെങ്കിലും ഉത്തരേന്ത്യയിൽ അത് നല്ല പ്രതിഫലനമാണ് കണ്ടത്. അതാണ് 2ാം തവണയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നത്. പിന്നെ റോഡുകൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ സമസ്ത മേഖലകളിലും സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇന്ത്യയെ ഒന്ന് തകർക്കേണ്ടത് അത്യാവശ്യമാണ് അവരുടെ കാഴ്ചപ്പാടിൽ. അതിന് പല ശ്രമങ്ങളും നടന്നു, പല വിധത്തിൽ. 3ാം തവണ മോദിജി ഒരിക്കലും അധികാരത്തിൽ വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടി പല പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തു. പക്ഷെ അതിലും അവർ പരാജയപ്പെട്ടു. അവർ വിജയിച്ച ഒരു കാര്യത്തിൽ മാത്രം, BJPക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളത് ഒരു കുറവ്. പക്ഷേ അതിൻ്റെ കുറവ് ഇപ്പോൾ കാണുന്നില്ല. കൂട്ടുമന്ത്രിസഭയാണ്. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഉണ്ട്. അവരെന്ന് വേണമെങ്കിലും തെറ്റിപ്പിരിഞ്ഞു പോകാം, ഈ മന്ത്രിസഭ അധികകാലം നിൽക്കില്ല എന്നൊക്കെയായിരുന്നു ചിന്തിച്ചിരുന്നത്. പക്ഷെ അതിലും പരാജയപ്പെട്ടു. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, മറ്റ് 2 ടേമിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആർജവത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് അമേരിക്കക്കാർക്കൊരു തലവേദന തന്നെയാണ്, പ്രത്യേകിച്ച് ട്രംപിന് ഇപ്പോഴത്തെ. അതിനിടയ്ക്കാണ് പഹൽഗാം ആക്രമണം നടന്നത്.
ഈ ആക്രമണത്തിൽ സത്യത്തിൽ തീവ്രവാദികളാണ് മുന്നിൽ നിൽക്കുന്നത് എങ്കിലും അതിന് പിന്നിൽ പാകിസ്ഥാനാണ്, അതിനും പിന്നിൽ അമേരിക്കയുടെ കൈയുണ്ടെന്നാണ് പൊതുവെ സംസാരം. കാരണം ഇവിടെ ഭീകരാക്രമണം നടക്കുകയാണെങ്കിൽ മതം ചോദിക്കേണ്ട ആവശ്യമെന്ത്? മതം ചോദിച്ചിട്ടാണ് വധിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ആഭ്യന്തരമായ യുദ്ധം, കലഹമുണ്ടാകും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു ഉണ്ടാകണം. അങ്ങനെ ഇന്ത്യയെ ഭിന്നിപ്പിക്കും, ഇതാണ് കരുതിയത്. പക്ഷേ അതും പരാജയപ്പെട്ടു. കാരണം സംഭവം നടന്ന ഉടൻ തന്നെ സകല ഹൈന്ദവ സംഘടനകൾക്കും മെസ്സേജ് കൊടുത്തു, അനങ്ങിപ്പോകരുത്, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞങ്ങൾ ചെയ്തുകൊണ്ട് അനങ്ങിയില്ല. കാരണം നേതൃത്വം പറഞ്ഞാൽ കേൾക്കുന്ന അണികളായതുകൊണ്ട് അനങ്ങിയില്ല. പ്രധാനമന്ത്രി വന്നു, പ്രധാനമന്ത്രി പറഞ്ഞു ഇതിന് തക്കതായ പ്രതിഫലം നൽകുന്നതായിരിക്കും, ഇതേവരെ കാണാത്തത് എന്നും ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടായില്ല. 10-15 ദിവസം കഴിഞ്ഞു. പെട്ടെന്നാണ് ഒരു ദിവസം ആക്രമണം നടന്നത്. 25 മിനിറ്റ് കൊണ്ട് എല്ലാം തകർത്തു. ഭീകര കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു. ഒരു സിവിലിയൻസിന് ആർക്കും ഒന്നും പറ്റിയില്ല, പട്ടാളക്കാർക്കും ഒന്നും പറ്റിയില്ല. ഇതെല്ലാവരും അത്ഭുതപ്പെട്ടൊരു കാര്യമാണ്. കൃത്യമായിട്ട് അവിടെ തന്നെ കൊണ്ടു. പിന്നെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആയുധങ്ങളെപ്പറ്റി ലോകത്തിന് മനസ്സിലായി. കിരാന കുന്നുകൾ കയറി അടിച്ചതോടുകൂടിയാണ് നിർത്തിയത്. അവിടെ അണുവായുധമുണ്ടെന്ന് പറയപ്പെടുന്നു, അതിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ആ അണുവായുധങ്ങളൊക്കെ അമേരിക്കയുടേതാണെന്ന് പറയുന്നു, അവർ സൂക്ഷിച്ചു വെച്ചാണ്. ഏതായാലും യുദ്ധം പെട്ടെന്ന് നിന്നു. 2 പട്ടാള മേധാവികളും തമ്മിലുള്ള ചർച്ചയ്ക്കൊടുവിൽ നിർത്തി. അതിൻ്റെ അവകാശവാദം ട്രംപ് ഉന്നയിച്ചു, ഇന്ത്യ അംഗീകരിച്ചില്ല. അവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ട് അംഗീകരിച്ചില്ല? അയാൾക്ക് ഇനിയിപ്പോൾ ഒരു നോബൽ സമ്മാനം കിട്ടുകച്ചും കിട്ടിക്കോട്ടെ, അയാൾ മുഖാന്തരം പറഞ്ഞാൽ നമുക്കൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെയല്ല. ഈ സംഭവത്തിന് തുടക്കം തന്നെ അമേരിക്കയിൽ നിന്നാണെന്നൊരു സംസാരമുണ്ട്, അവരുടെ പ്രേരണ മുഖാന്തരമാണ് എന്നുള്ളത്. പിന്നെ അത് നിർത്തിയതിന് അവർക്ക് തന്നെ, ട്രംപിന് തന്നെ നോബൽ സമ്മാനം കൊടുക്കാറുള്ള ശരിയായ കാര്യമല്ലല്ലോ. അതായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും പറഞ്ഞില്ല, അത് ശരിയല്ല. കാരണം നമ്മൾ പണ്ട് മുതലേ നമുക്കൊരു ആശയമുണ്ട്. അത് ഇപ്പോൾ BJP ഭരണത്തിൽ വന്നതുകൊണ്ട് മാത്രമല്ല, അതിന് മുമ്പ് തന്നെ 2 രാജ്യങ്ങൾ പ്രശ്നമുണ്ടെങ്കിൽ അത് 2 രാജ്യങ്ങളും തമ്മിൽ പറഞ്ഞു തീർക്കുക, മൂന്നാമതൊരാൾ വേണ്ട എന്നൊരു ആശയം പണ്ട് മുതലേ ഇവിടെയുണ്ട്. അതുകൊണ്ട് അത് അംഗീകരിച്ചില്ല. അതിൽ അമേരിക്കയ്ക്ക് വലിയ, പ്രത്യേകിച്ച് ട്രംപിന് വലിയ വിഷമമുണ്ട്. ആ കോപമായി മാറുന്നു. പിന്നെയാണ് തീരുവ പ്രശ്നം വരുന്നത്. അന്യായമായ കാര്യമാണ് അവർ ഉദ്ദേശിക്കുന്നത്, അവരുന്നയിക്കുന്നത്. അവരുടെ നിലവാരമില്ലാത്ത കാർഷിക ഉൽപ്പന്നങ്ങളും ക്ഷീര ഉൽപ്പന്നങ്ങളും ഇവിടെ വിൽക്കാൻ വേണ്ടി വാതിൽ തുറന്നു കൊടുക്കണം, തരില്ല എന്ന് തീർത്തു പറഞ്ഞു. ഇവിടുത്തെ കർഷകരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള സംഭവങ്ങൾ അംഗീകരിക്കില്ല. കാരണം ഇവിടെ തന്നെ ഉണ്ട് ധാരാളം കാർഷിക ഉൽപ്പന്നങ്ങൾ, പറ്റില്ല. പിന്നെ റഷ്യയിൽ നിന്നും എണ്ണ നിർത്തില്ല. കാരണം ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് നമുക്ക് എണ്ണ കിട്ടുന്നതെന്ന് മാത്രമല്ല രൂപയിലാണ് കിട്ടുന്നത്. ഇന്ത്യ വാങ്ങിക്കുന്നതുകൊണ്ടാണ് ലോകത്ത് മുഴുവനും ഈ എണ്ണ ഇങ്ങനെ നിൽക്കുന്നത്, വില കൂടാതെ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ചൈന മാത്രമല്ല, ഇന്ത്യക്ക് ഉപരോധം ഏർക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്, ചൈന വാങ്ങിക്കുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്, അമേരിക്ക പോലും പല സാധനങ്ങളും അവിടുന്ന് വാങ്ങിക്കുന്നുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല, ഇന്ത്യക്ക് മാത്രം. അപ്പോൾ ഇതല്ല, അതിൻ്റെ പിന്നിൽ വേറെ എന്തോ ചില പ്രശ്നങ്ങളുണ്ട്. അതാണ്. അപ്പോൾ അതിനൊന്നും വഴങ്ങിക്കൊടുത്തില്ല. അവസാനം ഇപ്പോൾ, കാരണം അതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിന് കാരണം ദീർഘവീക്ഷണം. അപ്പോഴാണ് IT മേഖലകൾ, ഇതും മുമ്പ് കൂട്ടി നമ്മൾ കണ്ടത് തന്നെയാണ്. അവിടേക്കുള്ള വിസയ്ക്ക് $1,00,000 ഒക്കെ ആക്കി. ആരും അത് കൊടുത്ത് പോകാൻ പോകുന്നില്ല. അപ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാവും. അത് വലിയ പ്രശ്നം, നമ്മളെക്കാൾ കൂടുതൽ പ്രശ്നം അവർക്കാണ് ഉണ്ടാകുന്നത്. അതിനും ഇവിടെ പ്രശ്നമൊന്നുമില്ല. കാരണം അമേരിക്കയിൽ തന്നെ ചെന്ന് ജോലി ചെയ്താൽ മതി എന്നൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇതാ ഫ്രാൻസും ജർമ്മനിയും അങ്ങോട്ട് സ്വാഗതം ചെയ്തിരിക്കുന്നു, അമേരിക്കയുടെ മുന്നറിയിപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ട്.
കാരണം ഇന്ത്യൻ തൊഴിലാളികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതായാലും അവർ പ്രൊഫഷണലായിട്ട് വളരെയധികം കഴിവുള്ളവരാണ്, മറ്റുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതൽ. അത് തെളിയിച്ചു കഴിഞ്ഞതാണ്. ആത്മാർത്ഥതയുമുണ്ട്. ഒരാൾ പറയുന്നത് കേട്ടു, അമേരിക്കയിൽ ഒരു നേഴ്സ്, അമേരിക്കൻ നേഴ്സ് ഇപ്പോൾ ഒരു സ്ത്രീയെ പ്രസവത്തിന് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണി കഴിഞ്ഞാൽ അവരവരുടെ ഡ്യൂട്ടി മതിയായി പോയി അടുത്ത ആൾ വരും. എന്നാൽ ഇന്ത്യൻ നേഴ്സുമാരങ്ങനെയല്ല. ഒരാളെ പ്രസവത്തിന് കയറ്റി കഴിഞ്ഞാൽ അവരെ പ്രസവം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് വിട്ടുപോരുന്നു. അപ്പോൾ ഈ ഒരു ആത്മാർത്ഥത ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റത് അതേവരെ ജോലി ചെയ്യുന്ന നേഴ്സ് പോകുന്നു, അടുത്തൊരാൾ വരുന്നു, തീരെ പരിചയമില്ലാത്ത വേറൊരാൾ വരുന്നു. അപ്പോൾ എങ്ങനെയാണ്? ഇതങ്ങനെയല്ല. ഇത് ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കഴിയുന്നത് വരെ, പ്രസവം കഴിഞ്ഞ് കുട്ടിയെ സുഖമായിട്ട് അമ്മയെയും കുട്ടിയെയും ഒരുമിച്ചിരുത്തുന്നത് വരെ ഈ നേഴ്സ് അവിടെ ഉണ്ടാവും, ഇന്ത്യൻ നേഴ്സുമാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആത്മാർത്ഥത എല്ലാ മേഖലകളിലും ഇന്ത്യക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ എല്ലാവർക്കും ആവശ്യമാണ്, നല്ല ശമ്പളം കൊടുത്ത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ജർമ്മനിയും ഫ്രാൻസും അവിടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്, ഇങ്ങോട്ട് വരാം, അവിടെ വിസയ്ക്കത്ര കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ബ്രിട്ടനും ചൈനയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടനിലും ചൈനയിലേക്കും പോകാൻ ആൾക്കാരൊന്നും മടിക്കും. കാരണം ബ്രിട്ടനിൽ ഇപ്പോഴും വംശീയതയുണ്ട്, ചൈനയിലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ആൾക്കാർ തിരഞ്ഞെടുക്കുക ജർമ്മനിയും ഫ്രാൻസും ഒക്കെ ആയിരിക്കും. മതിയല്ലോ. ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ നഷ്ടമാർക്കാണ്? നമുക്കൊരു നഷ്ടമില്ല, നഷ്ടം അമേരിക്കയ്ക്ക് തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് അവിടെയുള്ള സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ വിദഗ്ധരൊക്കെ പറയുന്നത് ഇന്ത്യക്ക് മേൽ നടത്തുന്ന ഉപരോധം പ്രശ്നമാണ് എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്, വലിയ മാർക്കറ്റാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വേറെ എങ്ങോട്ടും കയറ്റി അയക്കേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ ചിലവാക്കാൻ പറ്റും. അതാണിപ്പോൾ കണ്ടത്. ഈ സ്വദേശി പ്രസ്ഥാനത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പ്രധാനമന്ത്രി പറയുന്നത് അതുകൊണ്ടാണ്. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മതി. ഏതൊരു വസ്തു നോക്കണം മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കാണുന്നുണ്ടോ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ വാങ്ങിക്കണ്ട. മനസ്സിലായില്ലേ? ഇപ്പം ഈ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ആധ്യാത്മിക ശക്തി കൂടി അതിന് പ്രാധാന്യമുണ്ട്. ലോകത്തിൽ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പലതിലും ശാസ്ത്രീയതയുണ്ട്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, പക്ഷേ ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികളാണ് എന്നാണ് പുറമെ പറയുന്നത്. അല്ല, ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികളൊന്നുമല്ല, ഈശ്വരൻ്റെ വലിപ്പം മനസ്സിലാക്കിയവരാണ്. ആ ഈശ്വരൻ്റെ ഗുണഗണങ്ങളെ, ഓരോ ഗുണത്തിനെയും ഓരോ ദേവതയായി ചിത്രീകരിച്ചുകൊണ്ട് ആരാധിക്കുന്ന സമ്പ്രദായം. അപ്പോൾ ആ ശക്തിവിശേഷം വളരുന്നു. ഇതൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല, പക്ഷേ സയൻറ്റിസ്റ്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും വിഘ്നേശ്വര പൂജയ്ക്ക് അവർ ചെയ്യുന്നത്, മതമേതായാലും അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച ആഘോഷങ്ങളും, ഈ ആഘോഷങ്ങളൊക്കെ അന്തരീക്ഷത്തിന് പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു പോസിറ്റീവ് എനർജിയും ഇന്ത്യക്ക് ഉള്ളിടത്തോളം കാലം ഇന്ത്യ ഒരു കാര്യത്തിലും പരാജയപ്പെടില്ല. കാരണം കാപട്യമില്ല നമുക്ക്. നമ്മൾ സത്യമേ പറയുന്നുള്ളൂ. നമ്മൾ ആരുടെയും മേലാക്രമിക്കാൻ പോയിട്ടില്ല. നമ്മൾ ഒരു മതക്കാരെയും ഹിന്ദു മതത്തിലേക്ക് കയറ്റണം എന്ന് പറഞ്ഞ് സനാതനധർമ്മികൾ പോയിട്ടില്ല. ഈ മതത്തിൽ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് പോയിട്ടില്ല. അതൊന്നും നമ്മുടെ കാര്യങ്ങളല്ല. അതേപോലെ തന്നെ ഒരു രാജ്യത്തെയും കയറി അങ്ങോട്ട് ആക്രമിച്ചില്ല. പക്ഷേ ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടി നൽകും. ഇതുവരെ അത് നൽകിയിരുന്നില്ല, ഇപ്പം അതും നൽകാൻ തുടങ്ങി. ഇതാണ്. അപ്പോൾ നമ്മുടെ കാര്യം നോക്കി നടക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം, നമ്മളുടെ ജനങ്ങളുടെ ക്ഷേമം, ഇത് മാത്രമാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. പക്ഷേ അത് മറ്റുള്ളവർക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. എൻ്റെ തോളോടൊപ്പം അവൻ നിൽക്കാറായോ എന്ന അസൂയ, കുശുമ്പ് എന്നൊക്കെ പറയില്ലേ, അന്താരാഷ്ട്ര ലെവലിൽ അതാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അമേരിക്കയുടെ നാശത്തിനാണ്. കാരണം അധർമ്മം ഒരിക്കലും നിലനിൽക്കില്ല. കുറച്ച് കാലത്ത് നിലനിൽക്കും തോന്നും. അങ്ങനെ തന്നെയാണല്ലോ. രാവണൻ തൻ്റെ കേമത്തം മുഴുവൻ കാട്ടി ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. രാവണൻ ജനിച്ച് കുറേ കാലം കഴിഞ്ഞിട്ട് രാമൻ ജനിച്ചത് തന്നെ. പക്ഷേ രാമൻ്റെ മുന്നിൽ രാവണൻ കീഴടങ്ങിയില്ലേ. അതേപോലെ അധർമ്മത്തിന് കുറച്ചൊരു പ്രകടനമൊക്കെ ഉണ്ടാകും. പക്ഷേ എന്നെങ്കിലും ഒന്ന് അതിനെതിരായിട്ട് വരും. അതാണ് ഇന്ത്യയുടെ ഒരു ഭാഗ്യം. 2014 ഭരണം മാറിയപ്പോൾ അത് ഇന്ത്യക്കൊരു ഭാഗ്യമായിട്ടാണ് ഭാരതീയർ കാണുന്നത്. എന്നാൽ ഇവിടെ അത് മോശമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അത് വേറെ കാര്യം.
അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ടായിരിക്കും. ഏതായാലും ഇന്ത്യയുടെ ആധ്യാത്മിക ശക്തി തന്നെയാണ് ഇതിന് കാരണം. പിന്നെ ദീർഘവീക്ഷണം, മൗനം അതിശക്തമായ ആയുധമാണ്. മൗനമുണ്ട്, ആവശ്യമുള്ള കാര്യത്തിന് മാത്രമേ പ്രതികരിക്കൂ. മാത്രമല്ല, പ്രകോപനങ്ങൾ ഉണ്ടായാൽ ഇവിടെ പ്രകോപിതരാവില്ല. അമേരിക്ക എത്രയോ പ്രകോപനം നടത്തി, പാകിസ്ഥാൻ പ്രകോപനം നടത്തി, ഇവിടെ ഒരക്ഷരം മിണ്ടിയില്ല. ആ മൗനത്തിനെ പേടിക്കണം. ഇതാണ് അമേരിക്കയ്ക്ക് മാധി. എന്താണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് ആർക്കും അറിയുന്നില്ല. അതാണ് പ്രശ്നം. ചെയ്യാനുള്ളത് ചെയ്യും, നാവടക്കൂ പണിയെടുക്കൂ, കോൺഗ്രസ്സുകാരുടെ അടിയന്തരാവസ്ഥ കാലത്തുള്ള മുദ്രാവാക്യ. പക്ഷേ ശരിക്കും അനുസരിക്കുന്നത് മോദിജിയാണ്. ഇപ്പോൾ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.